കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബികോം മലയാളം കോമൺ കോഴ്സ് മലയാള സാഹിത്യ പഠനം എന്ന പേപ്പറിൻ്റെ ആദ്യത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ അധ്യായമാണ് സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം. മലയാളത്തിലെ ആദ്യത്തെ സൗന്ദര്യശാസ്ത്ര ഗ്രന്ഥമായിട്ടുള്ള സൗന്ദര്യ നിരീക്ഷണം എന്ന പുസ്തകത്തിലെ ആദ്യ ലേഖനമാണിത്. MP പോളാണ് അത് എഴുതിയത്. സാമാന്യം ദീർഘമായിട്ടുള്ള ഒരു ലേഖനമായതുകൊണ്ട് 2 വീഡിയോകളിലായിട്ട് ക്ലാസ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യത്തെ വീഡിയോയിൽ ലേഖനത്തിൻ്റെ 3 ഭാഗങ്ങളും രണ്ടാമത്തെ വീഡിയോയിൽ അവസാനത്തെ 3 ഭാഗങ്ങളും ചേർത്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് 1ാമത്തെ ഭാഗമാണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 2ാമത്തെ ഭാഗത്തിൻ്റെ വീഡിയോയുടെ ലിങ്ക് കൂടി കാണാം. നമുക്ക് ലേഖകനെ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം ലേഖനത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിലെ ശ്രദ്ധേയനായ സാഹിത്യ വിമർശകനാണ് MP പോൾ. 1904 മെയ് 1 അദ്ദേഹം ജനിച്ചത്. എറണാകുളം ജില്ലയിലെ പുത്തൻപള്ളിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം. മലയാളത്തിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നതിൽ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ച ഒരാളാണ് MP പോൾ. എഴുത്തുകാരുടെ നേതൃത്വത്തിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രൂപവൽക്കരിക്കുന്നതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ആളുകൂടിയായിരുന്നു അദ്ദേഹം. അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻറ്റുമായിരുന്നു. MP പോൾ നിരന്തരം മതസ്ഥാപനങ്ങളുടെ, പ്രത്യേകിച്ചും ക്രൈസ്തവ സഭാ നേതൃത്വത്തിൻ്റെ യാഥാസ്ഥിതിക നിലപാടുകൾക്കെതിരെ ശക്തമായ വിമർശനമുന്നയിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ ജീവിതകാലം മുഴുവൻ സഭയുടെ എതിർപ്പ് നേരിടേണ്ടി വന്ന ഒരു വ്യക്തി കൂടിയാണ് MP പോൾ. കോളേജ് അധ്യാപകൻ എന്ന നിലയിൽ പ്രസിദ്ധനാണ് അദ്ദേഹം. തൃശ്ശൂരിലെ സെൻറ് തോമസ് കോളേജിലും ചങ്ങനാശ്ശേരിയിലെ FB കോളേജിലും അദ്ദേഹം ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് ജോലി ചെയ്തു. പിന്നീടാണ് MP പോൾസ് ട്യൂട്ടോറിയൽ കോളേജ് എന്ന ഒരു സമാന്തര സ്ഥാപനം തുടങ്ങുന്നത്. ഇത് കേരളത്തിലെ ശ്രദ്ധ നേടിയിട്ടുള്ള ഏറ്റവും വലിയ സമാന്തര വിദ്യാഭ്യാസ സംരംഭമായിരുന്നു. നവകേരളം എന്ന ആഴ്ചപ്പതിപ്പും ചെറുപുഷ്പം എന്ന മാസികയും അദ്ദേഹം നടത്തിയിരുന്നു. മലയാള സാഹിത്യ വിമർശനത്തിന് ആധുനികതയുടെ ഒരു രൂപം നൽകിയത്, ഒരു കാഴ്ചപ്പാടിലേക്ക് മലയാള സാഹിത്യം മാറുന്നത് MP പോളിലൂടെയാണ്. വിശ്വസാഹിത്യത്തിൽ അഗാധമായി അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു. പാശ്ചാത്യ സാഹിത്യ ദർശനങ്ങൾ അദ്ദേഹം മലയാളത്തിലേക്ക് പറിച്ചു നട്ടു. വളരെ പ്രൗഢവും എന്നാൽ സരസവുമായിട്ടുള്ള ഗദ്യശൈലിക്ക് ഉടമയായിരുന്നു അദ്ദേഹം. ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന അദ്ദേഹം ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവിന് രൂപം നൽകാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹം അന്തരിച്ചു. 1952 അദ്ദേഹം അന്തരിക്കുന്നത്. നോവൽ സാഹിത്യം, ചെറുകഥാ പ്രസ്ഥാനം, സാഹിത്യ വിചാരം, സൗന്ദര്യ നിരീക്ഷണം, കാവ്യദർശനം, ഗദ്യഗതി തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. 1953 MP പോളിൻ്റെ സ്മാരകമായി കോട്ടയത്തെ നാട്ടകത്ത് ഒരു അച്ചടിശാല സഹകരണ സംഘം ആരംഭിച്ചു. MP പോളിൻ്റെ സൗന്ദര്യ നിരീക്ഷണം എന്ന കൃതിയിലെ ആദ്യത്തെ അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ള സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം എന്ന ലേഖനം. നമുക്ക് ആ ലേഖനത്തിലേക്ക് കടക്കാം. നേരത്തെ സൂചിപ്പിച്ചല്ലോ, മലയാളത്തിലെ ആദ്യത്തെ സൗന്ദര്യശാസ്ത്ര ഗ്രന്ഥമാണ് MP പോളിൻ്റെ സൗന്ദര്യ നിരീക്ഷണം എന്ന ഈ ഗ്രന്ഥം. സൗന്ദര്യബോധം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം എന്താണ്? ഇങ്ങനെ സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള വിവിധ കാഴ്ചപ്പാടുകളെ അദ്ദേഹം ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ആത്മപ്രതീതം, വസ്തുപ്രതീതം ഇങ്ങനെയുള്ള 2 പദങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇത് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ആദ്യം അദ്ദേഹം ആത്മപ്രതീതമായിട്ടുള്ള സൗന്ദര്യവാദത്തെ അവതരിപ്പിക്കുന്നു. എന്താണ് ആത്മപ്രതീതമായ സൗന്ദര്യവാദം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: സൗന്ദര്യം എന്നത് വസ്തുക്കളുടെ ഒരു ഗുണമല്ല, മറിച്ച് അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാവവിശേഷമാണ്, നമ്മുടെ ഒരു തോന്നലാണ്. അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്. ഈ ചിത്രം രമണീയമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഇത് സുന്ദരമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിന് എന്തെങ്കിലും ഗുണമുണ്ട് എന്നല്ല, മറിച്ച് ഇത് സുന്ദരമാണ് എന്ന് പറയുന്ന ആളുടെ മനസ്സിൽ ആ കലാവസ്തു, ആ ചിത്രം ആനന്ദമുളവാക്കുന്നു എന്നതാണ്. അപ്പോൾ ഒരു കലാവസ്തു സുന്ദരമെന്നോ അസുന്ദരമെന്നോ പറയുന്നത്
നമ്മുടെ മനസ്സിൽ അത് സുഖം തരുന്നു എന്നോ അല്ലെങ്കിൽ അസുഖം തരുന്നു എന്നോ പറയുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരേ വസ്തുവിനെക്കുറിച്ച് തന്നെ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഇവിടെ ഓർക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നമ്മളൊരു ചിത്രം കാണുമ്പോൾ അത് സുന്ദരമാണ് എന്ന് പറയുന്നു. അതേ ചിത്രത്തിൽ തന്നെ വേറെ ചില ആളുകൾ അത്ര ഭംഗിയില്ല എന്നും പറയുന്നു. അപ്പോൾ ആ ചിത്രത്തിന് ഒരു ഗുണമുണ്ടായിട്ടല്ല, മറിച്ച് ആ ചിത്രം കാണുന്ന ആളുകളിൽ ചില ആളുകൾക്ക് ആനന്ദം തോന്നുന്നു, നമ്മുടെ മനസ്സിൽ ചില ഭാവവ്യത്യാസങ്ങൾ അതിനകത്തുണ്ടാകുന്നു, ചില ആളുകൾക്ക് ആ ആനന്ദം ലഭിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് കലാലോകത്തിൽ ഇത്രമാത്രം കലഹങ്ങൾ കാണുന്നത് എന്നും ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നലാണ് സൗന്ദര്യം എന്നാണ് ആത്മപ്രതീതവാദത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, വിമർശകന്മാർ കലാവസ്തുക്കളെയല്ല വിമർശിക്കുന്നത്, അവരവരുടെ മനോവികാരങ്ങളെ മാത്രമാണ് എന്ന് വരുന്നു. ഏറ്റവും അധികം ജനങ്ങളിൽ ഏറ്റവും അധികം ആനന്ദം പ്രകടിപ്പിക്കുന്നത് ഏറ്റവും നല്ല കലാവസ്തുവായിത്തീരുന്നു എന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം. അപ്പോൾ ഏറ്റവും അധികം ആനന്ദിപ്പിക്കുന്ന കലാവസ്തു ഏതാണോ അത് ഏറ്റവും സുന്ദരമായ വസ്തു. ഈ രീതിയിലാണ് ആത്മപ്രതീതവാദം മുന്നോട്ട് പോകുന്നത്. എന്നാൽ ജോഡ് എന്ന ചിന്തകൻ ആത്മപ്രതീതവാദത്തിനെതിരായി ചില യുക്തികൾ പറയുന്നുണ്ട്, ചില ന്യായങ്ങൾ പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. ആത്മപ്രതീതവാദം അനുസരിച്ച് ഈ ചിത്രം സുന്ദരമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താ? ഈ ചിത്രം എനിക്ക് സുഖം തരുന്നു എന്ന് മാത്രമാവും. ഇതാണല്ലോ ആത്മപ്രതീതവാദിയുടെ സിദ്ധാന്തം. ഈ സിദ്ധാന്തം ശരിയോ തെറ്റോ ആകട്ടെ, അത് കുറഞ്ഞ പക്ഷം വിവാദക്ഷമമെങ്കിലും ആവുമെന്ന് സമ്മതിക്കണം എന്നാണ് ജോഡ് പറയുന്നത്. അതായത് ഈ പ്രമേയത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ട്, സിദ്ധാന്തം ശരിയാണെങ്കിൽ ഈ ചിത്രം സുന്ദരമാണ് എന്ന വാക്യത്തിൻ്റെ സ്ഥാനത്ത് ഈ ചിത്രം എനിക്ക് സുഖം തരുന്നു എന്ന വാക്യം പ്രതിഷ്ഠിക്കാമല്ലോ. അങ്ങനെ പ്രതിഷ്ഠിക്കുമ്പോൾ ആദ്യത്തെ പ്രമേയം ഇനി പറയുന്ന വിധത്തിൽ മാറും എന്നാണ് പറയുന്നത്. ഈ ചിത്രം എനിക്ക് സുഖം തരുന്നു എന്നതിൻ്റെ അർത്ഥം ഈ ചിത്രം എനിക്ക് സുഖം തരുന്നു എന്നാണ്. ഇത് വെറും പുനരുക്തി ആയതുകൊണ്ട് വിവാദക്ഷമമല്ല. എന്നാൽ ആദ്യത്തെ പ്രമേയം വിവാദക്ഷമമാണ്. അതുകൊണ്ട് ആദ്യത്തെ പ്രമേയവും രണ്ടാമത്തെ പ്രമേയവും ഒന്നല്ല. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ ചിത്രം സുന്ദരമാണ് എന്ന് പറയുന്നതിന് പകരം ഈ ചിത്രം എനിക്ക് സുഖം തരുന്നു എന്ന് പറയാൻ പാടില്ല, എന്ന് പ്രതിഷ്ഠിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ആത്മപ്രതീതവാദം ദുർബലമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. താർക്കിക കസർത്തുകൾ കൂടാതെ തന്നെ ആത്മപ്രതീതവാദത്തിൻ്റെ ദുർബലത കാണിക്കാൻ വഴിയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ വഴിയെ സംബന്ധിച്ചാണ് അദ്ദേഹം ഇനി വിശദീകരിക്കുന്നത്. ഈ ആത്മപ്രതീതവാദത്തിൻ്റെ ഉത്ഭവം ശാസ്ത്രസമ്മതമായിട്ടുള്ള ലോകവും പരീക്ഷണ വിധേയമായിട്ടുള്ള ഭൗതിക ഗുണങ്ങളും മാത്രമാണ് യഥാർത്ഥമെന്നും മറ്റതൊക്കെ മിഥ്യയാണെന്നുമുള്ള ബോധത്തിൽ നിന്നാണ് എന്നാണ്. അപ്പോൾ എന്താണ് ഈ ശാസ്ത്രീയ ബോധം? ഒരു വസ്തുവിൻ്റെ ഘനം ശാസ്ത്രീയ പരീക്ഷണത്തിന് വിധേയമാണ്. അതായത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു. ഒരു വസ്തുവിന് കനമുണ്ട്, അതിന് നീളമുണ്ട്, വീതിയുണ്ട്. അപ്പോൾ ഇത് ഭൗതികമായ ഒരു വസ്തുതയാണ്, നമുക്ക് കാണാൻ പറ്റുന്ന, അറിയാൻ പറ്റുന്ന, പരീക്ഷണത്തിന് വിധേയമാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അത് വാസ്തവികമാണ്. എന്നാൽ ഒരു വസ്തുവിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുന്ന ഒന്നല്ല, നിർവചനത്തിന് വിധേയമായിട്ടുള്ള ഒന്നല്ല. അതുകൊണ്ട് സൗന്ദര്യം വാസ്തവികമല്ല. ഇങ്ങനെ വാദിക്കുന്നത് ശാസ്ത്രീയ പരീക്ഷണത്തിൻ്റെയും ശാസ്ത്രീയ നിർവചനത്തിൻ്റെയും പരിമിതി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട്. പണ്ട് പ്ലൂട്ടോ എന്ന് പറയുന്ന ഒരു ഗ്രഹം ജ്യോതിശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരുന്നില്ല. ഇന്ന് ഈ പ്ലൂട്ടോ എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ പട്ടികയിലില്ല കേട്ടോ. ഇത് എഴുതുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് എന്നോർക്കണം. ആ കാലത്ത് പ്ലൂട്ടോ എന്നത് പുതിയൊരു ഗ്രഹമായി കണ്ടെത്തിയിരുന്നു. ആ ഗ്രഹത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ആ ഗ്രഹം പണ്ട് കണ്ടെത്തിയിരുന്നില്ല.
അതുകൊണ്ട് ഈ ഗ്രഹം പണ്ടില്ലായിരുന്നു എന്ന് വാദിക്കാൻ പറ്റുമോ? ഏതാണ്ട് ഇതുപോലെയാണ് സൗന്ദര്യത്തിൻ്റെ കാര്യവും. ശാസ്ത്രീയ നിർവചനത്തിന് വിധേയമല്ലാത്തതുകൊണ്ട് സൗന്ദര്യം എന്ന് പറയുന്നത് വാസ്തവികമല്ല എന്ന് പറയുന്ന വാദവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. ആത്മപ്രതീതവാദം പൂർണ്ണമായി സമ്മതിക്കാൻ വഴിയില്ല എന്ന് ലേഖകൻ പറയുന്നുണ്ട്. അത് അദ്ദേഹം തെളിയിക്കുന്നത്, അങ്ങനെ ഒരു അഭിപ്രായം അദ്ദേഹം പറയുന്നതിനുള്ള കാരണം, ഒരു വസ്തുവിൻ്റെ സൗന്ദര്യം മാത്രമല്ല, മറ്റെല്ലാ ഗുണങ്ങളും നമ്മുടെ മനസ്സിലെ ചില തോന്നലാണ് എന്ന് പറയേണ്ടി വരുമല്ലോ. ഒരു ചിത്രത്തിന് 3 അടി നീളവും 2 അടി വീതിയുമുണ്ട് എന്ന് പറയുമ്പോൾ ചിത്രത്തിന് സ്വന്തമായ ഒരു ലക്ഷണമല്ലേ ഞാൻ പറയുന്നതെന്നും എൻ്റെ മനസ്സിലുള്ള ചില ഭാവനകൾ മാത്രമാണ് ഞാൻ പ്രസ്താവിക്കുന്നത് എന്നും പറയേണ്ടി വരും. എന്നാൽ അങ്ങനെയല്ലല്ലോ. ആത്മപ്രതീതവാദം അനുസരിച്ചാണെങ്കിൽ അതങ്ങനെയാണ്. പക്ഷേ കൃത്യമായിട്ട് നമുക്കൊരു ചിത്രത്തിൻ്റെ നീളവും ആ ചിത്രത്തിൻ്റെ വീതിയും കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ മനോവികാരങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാറ്റിൻ്റെയും വാസ്തവികത എന്ന് പറയുന്നത് നമുക്ക് നിഷേധിക്കേണ്ടി വരും. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് നിഷേധിക്കേണ്ടി വരും. അത് നമുക്ക് കഴിയില്ല എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. ആത്മപ്രതീതവാദികൾ അത്രത്തോളം പോകാൻ ഒരുക്കമല്ല എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ അവർ ഇക്കാര്യം പറയുന്നുള്ളൂ. ഏതാ കാര്യം? സൗന്ദര്യം എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമാണ്, നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാവവിശേഷം മാത്രമാണ് എന്നാണ് ആത്മപ്രതീതവാദികളുടെ അഭിപ്രായം എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ആത്മപ്രതീതവാദമനുസരിച്ച് വസ്തുക്കൾക്ക് ഗുണമില്ല, നമ്മുടെ തോന്നലാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നലനുസരിച്ചാണ് ഒരു ചിത്രം സുന്ദരമാണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അഭിനന്ദിച്ചാൽ അതിന് ഗുണമുണ്ട് എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അത് കാരണമായിത്തീരും. അദ്ദേഹം അത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. കാളിദാസൻ്റെ ശകുന്തളയേക്കാൾ ശാന്തറാമിൻ്റെ ശകുന്തളയാണ് അധികം പേർ അഭിനന്ദിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ കാളിദാസൻ്റെ ശകുന്തളയേക്കാൾ ഏറ്റവും ശക്തിമത്തായ, ഏറ്റവും സുന്ദരമായ ശകുന്തള ശാന്തറാമിൻ്റെ ശകുന്തളയാണെന്ന് വിചാരിക്കേണ്ടി വരും. പക്ഷെ അങ്ങനെയല്ലല്ലോ. ശകുന്തള സുന്ദരമാകുന്നത് കാളിദാസ കൃതിയിലാണ്, അല്ലെങ്കിൽ കാളിദാസൻ്റെ ശകുന്തളയാണ് ഏറ്റവും സുന്ദരമായത്, ശക്തിമത്തായ ഒരു കഥാപാത്രം. അപ്പോൾ ലേഖകൻ പറയുന്നത് ഇങ്ങനെയാണ്: തലയെണ്ണി കാവ്യഗുണം നിശ്ചയിക്കുന്ന സമ്പ്രദായം ആത്മപ്രതീതവാദികൾ പോലും സ്വീകരിക്കാൻ മടിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. സഹൃദയന്മാരുടെ അഭിനന്ദനമാണ് സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം എന്ന് വന്നു ചേരും കാര്യങ്ങൾ ഇങ്ങനെയാവുമ്പോൾ. പക്ഷേ സഹൃദയന്മാരുടെ ഇടയിലും പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടല്ലോ. 18-ാം നൂറ്റാണ്ടിലെ സഹൃദയന്മാരിൽ ഏറ്റവും അധികം ഷേക്സ്പിയറെ അഭിനന്ദിക്കുന്നതിന് പകരം ഇകഴ്ത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇകഴ്ത്തലുകൾക്ക് വിധേയമായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്, നാടകകൃത്താണ് ഷേക്സ്പിയർ. പ്രസിദ്ധ ചിന്തകനായ വോൾട്ടയർ പോലും ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുണ്ട് ഷേക്സ്പിയറെ. അതുകൊണ്ട് ഈ വാദത്തിന് നിലനിൽപ്പില്ല എന്നാണ് ലേഖകൻ പറയുന്നത്. സൗന്ദര്യ ആസ്വാദനം എന്ന് പറയുന്നതിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ആസ്വദിക്കുന്നത്, 2 ആസ്വദിക്കപ്പെടുന്നത്. സൗന്ദര്യം മനസ്സിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണല്ലോ നേരത്തെ ആത്മപ്രതീതവാദികൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സൗന്ദര്യ ആസ്വാദനം എന്നതിന് മനസ്സ് സ്വയം ആസ്വദിക്കുന്നു എന്നാണ് അർത്ഥം. പക്ഷേ മനസ്സ് സ്വയം ആസ്വദിക്കുക മാത്രമല്ലല്ലോ ചെയ്യുന്നത്. സൗന്ദര്യമുള്ള ഒരു വസ്തുവിനെ കാണുമ്പോൾ നമുക്ക് ആനന്ദമുണ്ടാകുന്നു, നമ്മൾ അതിനെ ആസ്വദിക്കുന്നു. എന്നാൽ സൗന്ദര്യമില്ലാത്തതിനെ കാണുമ്പോൾ, വെറുപ്പുളവാകുന്ന ചില വസ്തുക്കളെ കാണുമ്പോൾ നമ്മൾ അതിനെ വെറുക്കുന്നു, അതിനെ അവജ്ഞയോടെ കാണുന്നു. അപ്പോൾ സൗന്ദര്യം തോന്നുന്ന അതേ ആളുടെ മനസ്സിൽ തന്നെയാണ് അവജ്ഞയും വെറുപ്പും ഒക്കെ തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മനസ്സ് അതിനെ തന്നെ നിഷേധിക്കുവാൻ, അതിനോടു തന്നെ അവജ്ഞ തോന്നുവാൻ ബന്ധപ്പെടുന്നത് സ്വാഭാവികമാണോ എന്നതാണ് ചോദ്യം. അപ്പോൾ അതിനെ വിശദമാക്കേണ്ടിയിരിക്കുന്നു. സൗന്ദര്യബോധം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒന്ന് മാത്രമാണെങ്കിൽ ഇന്ന ഇന്ന വസ്തുക്കൾക്ക് മാത്രമേ നമ്മിൽ സൗന്ദര്യപ്രതീതി ഉളവാക്കാൻ സാധിക്കൂ എന്ന് പറയാൻ പറ്റില്ല.
എല്ലാ വസ്തുവിലും സൗന്ദര്യബോധത്തെ തട്ടി ഉണർത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സവിശേഷത ഉണ്ടായിരിക്കണം. പക്ഷെ നമ്മുടെ അനുഭവം അതല്ലല്ലോ. ചില വസ്തുക്കളിൽ നാം സൗന്ദര്യം കാണുന്നു, ചില വസ്തുക്കളിൽ സൗന്ദര്യം കാണുന്നില്ല. മയിൽ നൃത്തം ചെയ്യുന്നത് നമ്മൾ നോക്കി നിൽക്കും, അതിൻ്റെ സൗന്ദര്യത്തെ നമ്മൾ ആസ്വദിക്കും. എന്നാൽ അപ്പുറത്തൊരു ചാണകക്കുഴി കണ്ടു കഴിഞ്ഞാൽ അത് ഓഹോ സുന്ദരമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മതിമറന്ന് നമ്മൾ നിൽക്കാറില്ലല്ലോ. നമ്മുടെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ സൗന്ദര്യപ്രതീതി ഉളവാക്കുന്ന വസ്തുക്കൾ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും സുന്ദരമായ സാധനങ്ങൾ കാണുമ്പോൾ, വസ്തുക്കൾ കാണുമ്പോൾ, ഏതെങ്കിലും പ്രതിഭാസങ്ങൾ കാണുമ്പോൾ നമ്മളതിനെ നോക്കി നിൽക്കുന്നത്. സൗന്ദര്യം എന്ന് പറയുന്നത് ആന്തരികമായിട്ടുള്ളൊരു അനുഭൂതിയാണെങ്കിൽ എല്ലാ വസ്തുക്കളിലും നമുക്ക് സൗന്ദര്യം കാണാൻ പറ്റണം. പക്ഷേ അതല്ല. സൗന്ദര്യം എന്ന് പറയുന്നതിൽ ബാഹ്യമായിട്ടുള്ള എന്തോ ഒരു സംഗതി കൂടിയുണ്ട്. അത് ബാഹ്യലോകത്തെ ആശ്രയിക്കുന്നില്ലെങ്കിൽ സൗന്ദര്യം എന്നത് നമ്മുടെ ഉള്ളിൽ സ്ഥായിയായി നിലകൊള്ളേണ്ടുന്ന ഒന്നാണ്. പക്ഷേ അതല്ലല്ലോ നമ്മുടെ അനുഭവം. സൗന്ദര്യ ദർശനത്തിന് വിപരീതമായിട്ടുള്ള ഒരു മനോവ്യാപാരവും ചില തോന്നലുകളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം കണ്ടെത്തണമെങ്കിൽ നമ്മുടെ അന്തരംഗത്തിൽ മാത്രം ഇരുന്നാൽ പോരാ, അതേക്കുറിച്ച് അന്വേഷിച്ചാൽ പോരാ, മറിച്ച് ബാഹ്യലോകത്തേക്ക് കൂടി നമ്മുടെ ദൃഷ്ടികൾ പായിക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു ആവശ്യം കൂടി വന്നുകൂടുന്നു എന്നാണ് ലേഖകൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ആത്മപ്രതീതവാദത്തെ അദ്ദേഹം വിമർശിക്കുകയാണ്. ഇനി നമുക്ക് ബാഹ്യലോകത്തിലേക്കൊന്ന് കടന്നു നോക്കാം. ബാഹ്യലോകത്തിലെ ഏതൊക്കെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സൗന്ദര്യം ഇന്നതാണ് എന്ന് നമുക്ക് നിർവചിക്കാൻ സാധ്യമാവുക, സൗന്ദര്യത്തെ നമുക്ക് കണ്ടെത്താൻ സാധ്യമാവുക? ഇതാണ് രണ്ടാമത്തെ ഭാഗത്തിൽ അദ്ദേഹം അന്വേഷിക്കുന്നത്. ഭൗതികമായ ചില ഗുണങ്ങളെ ആധാരമാക്കി ഇന്നതാണ് സൗന്ദര്യം, സൗന്ദര്യ ദർശനം ഇതാണ് എന്ന് പറയാൻ പല ചിന്തകന്മാരും ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് 18-ാം നൂറ്റാണ്ടിലെ രാഷ്ട്രീയ ചിന്തകനായിട്ടുള്ള ബർക്ക്. അദ്ദേഹം ഒരു ജർമ്മൻ ചിന്തകനാണ്. തൻ്റെ ഒരു കൃതിയിൽ അങ്ങനെയൊരു ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്. രമണീയം, മഹനീയം എന്നിവയ്ക്ക് തമ്മിലുള്ള വ്യത്യാസം പ്രകടിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. എന്താണ് രമണീയം, എന്താണ് മഹനീയം? അദ്ദേഹം പറയുന്നത് രമണീയം എന്ന് പറഞ്ഞാൽ അത് ചെറുതായിരിക്കും എന്നാണ്. രമണീയ വസ്തുക്കളിൽ ഏതാണ്ട് ഒരു ഒതുക്കവും ഒരു ചെറുപ്പവും ഓമനത്വവുമൊക്കെ ഉണ്ടാവും. എന്നാൽ വലുപ്പം കൂടുമ്പോൾ ആ രമണീയത എന്ന് പറയുന്ന അതിൻ്റെ സ്വഭാവം അതിന് ഉപേക്ഷിക്കേണ്ടി വരുന്നു. പിന്നീട് അത് മഹനീയതയായി മാറുന്നു. അപ്പോൾ ഓർക്കേണ്ടത് ഇത്രമാത്രം: ചെറുത് ആണെങ്കിൽ അത് രമണീയവും, വലുത് ആണെങ്കിൽ വലുപ്പം കൂടുമ്പോൾ അത് മഹനീയവുമാകുന്നു എന്നാണ്. ഈ സിദ്ധാന്തമനുസരിച്ച് സൂര്യോദയം, ഹിമാലയ പർവ്വതം ഒക്കെ മഹനീയമാണ്, രമണീയമല്ല. കാളിദാസൻ്റെ ഹിമാലയ വർണ്ണനയിൽ രമണീയമായിട്ടുള്ള പല അംശങ്ങളുണ്ടെങ്കിലും മൊത്തത്തിൽ നമ്മൾ ഹിമാലയത്തെ നോക്കുമ്പോൾ അത് മഹനീയമായിട്ടാണ് തോന്നുക. അത് കാണുമ്പോൾ സന്തുഷ്ടിയേക്കാൾ നമുക്ക് തോന്നുന്നത് എന്താണ്? വിസ്മയമാണ്. അപ്പോൾ രമണീയമെന്ന് തോന്നുന്നത്, സുന്ദരമെന്ന് തോന്നുന്നത് നമുക്ക് സുഖമുണ്ടാക്കുന്നതും, മഹനീയമെന്ന് പറയുന്നത് വിസ്മയമുണ്ടാക്കുന്നതുമാണ്. രമണീയ വസ്തുക്കളിൽ സൗന്ദര്യവും മഹനീയ വസ്തുക്കളിൽ ശക്തിയുമാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു വസ്തു സുന്ദരമെന്ന് പറയണമെങ്കിൽ അത് നമ്മുടെ കണ്ണിൽ ഒതുങ്ങുന്നതായിരിക്കണം, ചെറുതായിരിക്കണം എന്നാണ്. അതുപോലെ മാർദ്ദവം ഉള്ളതോ അല്ലെങ്കിൽ മാർദ്ദവം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നതോ ആണ് സുന്ദരമാകുന്നത് എന്നാണ്. ബാർക്ക് പറയുന്നത് അതാണ്. സൗന്ദര്യത്തിന് ആസ്പദമായിട്ടുള്ള മറ്റൊരു ഗുണം മാർദ്ദവമാണ് എന്നാണ്. ആകൃതിയെ സംബന്ധിച്ച് ബാർക്ക് എന്താണ് പറയുന്നത് എന്ന് നോക്കൂ. നേർരേഖകളിലുള്ള ഒന്നിനും സൗന്ദര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സൗന്ദര്യമുള്ള ഏതൊരു വസ്തുവിലും ഒരു വളവ് കാണാതിരിക്കുകയില്ല എന്നുള്ളതാണ്. ആ വളവ് പെട്ടെന്നുണ്ടായതാവുകയുമില്ല. അദ്ദേഹം പറയുന്നത് തനി വൃത്തത്തിന് ഭംഗിയില്ല. ഇപ്പോൾ വട്ടക്കണ്ണ്, വട്ടത്തല എന്നൊക്കെ പറയുന്നത് അഭംഗിയാണ്. സുന്ദരമായ വസ്തുവിലെ വളവ് മെല്ലെ മെല്ലെയാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. നേർവര മുന്നിട്ട് നിൽക്കുന്ന വസ്തുക്കൾ ചിലപ്പോൾ മഹനീയമാണ് എന്ന് തോന്നും, പക്ഷേ സുന്ദരമാവുകയില്ല.
അതുപോലെ തന്നെ സമകോണത്തിൽ വിലങ്ങനെ നിൽക്കുന്ന രേഖകൾ ഒരിക്കലും സുന്ദരമാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുരിശ് ഒരു സുന്ദരമായ ആകൃതിയല്ല എന്ന് അദ്ദേഹം പറയുന്നത്. ഈജിപ്തിലെ സ്തൂപങ്ങളുണ്ടല്ലോ, മഹനീയമായിട്ടുള്ള സ്തൂപങ്ങൾ, അത് മഹനീയമാണ്, പക്ഷേ രമണീയമല്ല. നേരത്തെ സൂചിപ്പിച്ചതാണത്. ചെറുതാണ് രമണീയം, വലുത് മഹനീയമാണ്. താജ്മഹലിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്, ബാർക്ക് പറയുന്നത്. താജ്മഹൽ രമണീയമാണോ മഹനീയമാണോ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ്. വാസ്തവത്തിൽ അത് വളരെ വലുതാണ്. അപ്പോൾ ബാർക്ക് പറഞ്ഞത് പ്രകാരം അത് മഹനീയമാണ്, പക്ഷേ അല്പം അകലെ നിന്ന് നോക്കുമ്പോൾ അത് ചെറുതാണ്. അപ്പോൾ അത് രമണീയമായി തോന്നും. അപ്പോൾ അതിൻ്റെ അംഗങ്ങളുടെ, അതിൻ്റെ ഘടകങ്ങളുടെ ഒരു പൊരുത്തം കൊണ്ടാണ് അതിന് ഓമനത്വം തോന്നിക്കുന്നത്. ഇപ്പോൾ ദൂരെ നിന്ന് കാണുന്ന താജ്മഹലിന് രമണീയതയുണ്ട്, കാരണം അതിൻ്റെ അംഗങ്ങൾ തമ്മിലുള്ള പൊരുത്തമുണ്ട്. ഒന്ന്, താജ്മഹൽ എന്ന കെട്ടിടം, അതിൻ്റെ പശ്ചാത്തലം, പ്രകൃതി ഭംഗി, ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് അതിന് ഭംഗിയുള്ളത്, അതിന് രമണീയതയുള്ളത്. ആ കെട്ടിടത്തെ മാത്രം നോക്കുമ്പോൾ അതിന് മഹനീയതയുമാണ്. അതുപോലെ തന്നെ അതിൻ്റെ മിനുമിനുപ്പ്, അതിൻ്റെ താഴികക്കുടം, അതിൻ്റെ വളവുകൾ, ഇതെല്ലാം കൂടി നോക്കുമ്പോൾ രമണീയ വസ്തുക്കളുടെ കൂട്ടത്തിൽ അതിനെ പെടുത്താനാണ് തോന്നുക എന്ന. ലേഖകൻ ഇത് കൂടാതെ, നേരത്തെ പറഞ്ഞ രമണീയത, മഹനീയത, ഇവ കൂടാതെ സൗന്ദര്യത്തിന് ആധാരമായി വേറെ ചില ഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതേതൊക്കെയാണ് എന്ന് നോക്കാം. ഏറെക്കുറെയുള്ള ദുർബലത, കണ്ണു മഞ്ഞളിപ്പിക്കുന്ന വർണ്ണങ്ങളുടെ അഭാവം എന്ന് പറഞ്ഞാൽ അത്തരം വർണ്ണങ്ങൾ ഇല്ലാതിരിക്കൽ എന്നാണ്. വർണ്ണങ്ങളുടെ നാനാത്വം, സ്വച്ഛന്തമായ വെളിച്ചം, ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. ഈ ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയാൽ സൗന്ദര്യം വരും എന്നുള്ളതാണ് ഭൗതികവാദം പറയുന്നത്. പ്രാവിൻ്റെ മാറിടം, കൊച്ചു കുഞ്ഞിൻ്റെ കവിൾത്തടം, പൂവിൻ്റെ ഇതൾ, തരുണിയുടെ കണ്ഠസ്ഥനങ്ങൾ, ഇങ്ങനെ പല ദൃഷ്ടാന്തങ്ങളും ബാർക്ക് തൻ്റെ വാദം പറയുന്നതിന് വേണ്ടി ഉദാഹരിക്കുന്നുണ്ട്. ബാർക്ക് പറഞ്ഞിരിക്കുന്ന ഈ ഗുണങ്ങളുണ്ടല്ലോ, ഈ ഗുണങ്ങൾ കലാലോകത്തിലും ചില ആളുകൾ പ്രസ്താവിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചില ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ ഒരു ശില്പം അല്ലെങ്കിൽ ഹോമറിൻ്റെ മഹാകാവ്യം, ഇതൊന്നും രമണീയമാണ് എന്നാരും പറയില്ല. ഇതൊക്കെ മഹനീയം എന്ന് പറയുന്ന ഗണത്തിലാണ് ആളുകൾ പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഒന്നുകൂടി പറയുന്നുണ്ട്, രമണീയ വസ്തുക്കൾ പ്രേമത്തോട് സാദൃശ്യമുള്ള ഒരു വികാരമാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത് എന്നാണ്. നമ്മിലുള്ള സ്ഥൂലതയെല്ലാം ദ്രവിപ്പിക്കുന്ന ഒന്നാണത്. ഈ ഫലം വസ്തുക്കളുടെ നേരത്തെ പറഞ്ഞ ഗുണങ്ങളെ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നും ബാർക്ക് പറയുന്നുണ്ട്. ബാർക്കിൻ്റെ ഈ സിദ്ധാന്തത്തിന് ചില പോരായ്മകളുണ്ട് എന്നാണ് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നത്. വസ്തുക്കളുടെ ഭൗതിക ഗുണങ്ങളെയാണല്ലോ സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനമായിട്ട് ബാർക്ക് കാണുന്നത്. ഇത് പ്രഥമ ദൃഷ്ടിയിൽ യുക്തിയുക്തമായി തോന്നുമെങ്കിലും നമ്മുടെ അനുഭവത്തിന് യോജിച്ചതല്ല എന്നാണ് ലേഖകൻ്റെ കണ്ടെത്തൽ. കാരണം ഒരാൾ സുന്ദരമെന്ന് കരുതുന്നത് മറ്റൊരാൾ അസുന്ദരമാണ് എന്ന് വിചാരിക്കുന്നു. ബാർക്കിൻ്റെ സിദ്ധാന്തപ്രകാരമാണെങ്കിൽ അങ്ങനെ സംഭവിക്കുകയില്ല. കാരണം എല്ലാ വസ്തുവിനും ഗുണങ്ങളുണ്ടല്ലോ, ആ ഗുണങ്ങൾ എല്ലാ മനുഷ്യർക്കും ബോധ്യപ്പെടണ്ടേ. പക്ഷേ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നാണ് നമ്മുടെ അനുഭവം. ഒരു വസ്തുവിന് പ്രത്യേക നീളവും വീതിയും ഘനവും നിറവുമൊക്കെ ഉണ്ട്. അതേ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടാവില്ല. പക്ഷേ സൗന്ദര്യത്തിൽ അങ്ങനെയല്ല. സൗന്ദര്യത്തിൻ്റെ കാര്യം വരുമ്പോൾ പലർക്കും പല അനുഭവങ്ങളാവും. അപ്പോൾ തങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള വാസനകളാണ് സൗന്ദര്യത്തെ സംബന്ധിച്ച് നമുക്ക് ചില തോന്നലുകൾ സൃഷ്ടിക്കാൻ കാരണം എന്നതാണ്. അപ്പോൾ വസ്തുക്കളുടെ ഗുണം നോക്കിയല്ല സൗന്ദര്യത്തെ നിശ്ചയിക്കുന്നത് എന്നാണ് ലേഖകൻ പറഞ്ഞു വരുന്നത്. ബാർക്കിൻ്റെ ഈ സിദ്ധാന്തത്തിന്, ഗുണങ്ങൾ എണ്ണി സൗന്ദര്യം നിശ്ചയിക്കുന്ന ഈ സിദ്ധാന്തത്തിന് അപര്യാപ്തതയുണ്ട് എന്ന് കാണിക്കാൻ ലേഖകൻ ഒരു ദൃഷ്ടാന്തം അവതരിപ്പിക്കുന്നുണ്ട്. MP പോൾ ഈ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തറയിലൂടെ ഒരു തേരട്ട ഇഴഞ്ഞു പോകുന്നത് കാണുന്നു. ബാർക്ക് പറഞ്ഞത് പ്രകാരം എന്താണ്? ചില ഗുണങ്ങൾ ഉണ്ടെങ്കിൽ സൗന്ദര്യമുണ്ടാകുമെന്നാണ്. ബാർക്ക് പറഞ്ഞിരിക്കുന്ന ഗുണങ്ങളൊക്കെ അതിനുണ്ട്. അത് ചെറുതാണ്, അതിൻ്റെ ആകൃതിയിൽ വളവുണ്ട്. പക്ഷേ
ലേഖകൻ അതിനെ തൊട്ടു നോക്കിയില്ല. എന്നാലും അതിന് പുറത്ത് മിനുസമുണ്ട് എന്ന തോന്നലുണ്ടാകുന്നുണ്ട്. നിറവും നല്ല തരക്കേടില്ലാത്ത നിറവുമാണ്. ബാർക്ക് പറഞ്ഞതുപോലെ ദുർബലതയുണ്ട്, കൃശത്വമുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അതിനെ കാണുമ്പോൾ പ്രേമത്തോട് തോന്നുന്ന തരത്തിലുള്ള, പ്രേമത്തിന് സദൃശ്യമായിട്ടുള്ളൊരു വികാരം നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. അതിനെ കാണുമ്പോൾ അറപ്പ് തോന്നുകയല്ലേ ചെയ്യുന്നത്. ലേഖകൻ അറപ്പാണ് തോന്നിയത്. അതുകൊണ്ട് ഭൗതിക ഗുണവാദം ശരിയാണെങ്കിൽ നമുക്കങ്ങനെ തോന്നാൻ വഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭൗതിക ഗുണവാദം ശരിയല്ല, അതിന് ഒരുപാട് അപര്യാപ്തതകളുണ്ട് എന്നാണ് ലേഖകൻ പറയുന്നത്. ഇനി നമുക്ക് ഹെർബർട്ട് സ്പെൻസറിൻ്റെ വാദഗതിയിലേക്ക് ഒന്ന് പോയി നോക്കാം. ഹെർബർട്ട് സ്പെൻസർ നേരത്തെ ബാർക്ക് അവതരിപ്പിച്ച ഭൗതികവാദത്തിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപം എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് നിലയിലും ചലനത്തിലുമുള്ള സൗന്ദര്യമാണ്. ഭംഗിയുള്ള നിൽപ്പ്, ഇരിപ്പ്, നടത്തം, ഇതൊക്കെ സൗന്ദര്യമുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ശ്രമത്തിൻ്റെ അഭാവമാണ്. നമ്മൾ വളരെ ശ്രമിച്ചുകൊണ്ട് നടക്കുന്നത് സൗന്ദര്യമില്ലാത്തതാണ്. ശ്രമമില്ലാതെ വളരെ അനായാസമായി നടക്കുക, ശ്രമമില്ലാതെ ഇരിക്കുക, അതുപോലെ നിൽക്കുക, ഇതൊക്കെ സൗന്ദര്യത്തിൻ്റെ നിദാനമായിട്ടാണ് ഹെർബർട്ട് സ്പെൻസർ കാണുന്നത്. ഇപ്പോൾ തടിച്ച ഒരു മനുഷ്യൻ വളരെ പണിപ്പെട്ട് നടന്നു പോകുന്നത് കാണുമ്പോൾ അത് സൗന്ദര്യമുള്ളതായി തോന്നുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ കുന്തം വിഴുങ്ങിയതുപോലെ കസേരയുടെ ഒരറ്റത്ത് ഇങ്ങനെ ഇരുന്നാൽ അതിലും സൗന്ദര്യമില്ല. അതുപോലെ നൃത്തത്തിൽ സാഹസപ്പെട്ടുള്ള അംഗവിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതിൽ സൗന്ദര്യമില്ല. അനായാസതയാണ് സൗന്ദര്യത്തിൻ്റെ ഒരു ലക്ഷണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. ഒരു ഭാഗവതർ വളരെ പണിപ്പെട്ട് തൻ്റെ അംഗവിക്ഷേപങ്ങളൊക്കെ കാട്ടി മുഖമൊക്കെ കോട്ടിയിട്ട് ഇങ്ങനെ പാടുന്നത് കണ്ടാൽ നമുക്ക് സൗന്ദര്യമുണ്ടെന്ന് തോന്നില്ല. എന്നാൽ ആ ആലാപനം സൗന്ദര്യമുള്ളതായി തോന്നുന്നത് എപ്പോഴാണ്? അനായാസമായി പാടുമ്പോഴാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്: എവിടെയാണ് ശ്രമമുണ്ടാവുന്നത് അവിടെ സൗന്ദര്യമില്ല. അനായാസമായിട്ടാണ് സൗന്ദര്യം പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് സ്പെൻസർ പറയുന്നത്. എന്നാൽ ഇതിനെയും ലേഖകൻ വിമർശിക്കുന്നുണ്ട്. ലേഖകൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ശക്തിയില്ലാത്ത സ്ഥലത്തൊക്കെ സൗന്ദര്യം കാണണമല്ലോ. രണ്ടു കാലിൽ നിൽക്കുന്നതിനേക്കാൾ ശ്രമക്കുറവ് കമിഴ്ന്നടിച്ച് നിലത്ത് കിടക്കുന്നതിലാണല്ലോ. അപ്പോൾ സൗന്ദര്യം എവിടെയാണ് കാണേണ്ടത്? നടക്കുന്നതിലല്ല, കിടക്കുന്നതിലാണ്. അതുകൊണ്ട് രണ്ടാമത്തെ അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് എന്ന് പറയേണ്ടി വരും. പക്ഷേ അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഭൗതിക ഗുണങ്ങളെ മാത്രം മാനദണ്ഡമാക്കുന്ന ഒരു സൗന്ദര്യ അന്വേഷണം ഒരിക്കലും പരിപൂർണതയിലെത്തില്ല, അപര്യാപ്തമാണ് എന്നാണ് ലേഖകൻ്റെ ഒരു നിരീക്ഷണം. ഇനി നമുക്ക് മൂന്നാമത്തെ ഖണ്ഡത്തിലേക്ക് പോവാം. അവിടെ ഭൗതിക ഗുണമൊന്നും ഇല്ലാത്തിടത്തും നമുക്ക് സൗന്ദര്യം കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ്. അതിന് ലേഖകൻ ആദ്യം പുരാണത്തിൽ നിന്നുള്ള 2 സന്ദർഭങ്ങളെയാണ് എടുക്കുന്നത്. ലക്ഷ്മണൻ ഊർമിളയെ തനിച്ചിരിക്കാൻ വിട്ട് ചേട്ടൻ്റെ കൂടെ കാട്ടിലേക്ക് ചാടി പുറപ്പെടുന്നത് അത്യന്തം സുന്ദരമായിട്ടുള്ളൊരു സന്ദർഭമാണ്. ഇതിൽ നേരത്തെ പറഞ്ഞ ബാർക്ക് പറയുന്ന അല്ലെങ്കിൽ ഹെർബർട്ട് സ്പെൻസർ പറയുന്ന തരത്തിലുള്ള ഭൗതിക ഗുണങ്ങളൊന്നുമില്ല. എങ്കിലും ഇത് സുന്ദരമായ ഒരു സന്ദർഭമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ ശാകുന്തളത്തിൽ ദർഭമുന കാലിൽ കൊണ്ടു എന്ന് വെറുതെ നടിച്ചുകൊണ്ട് ദുഷ്യന്തനെ കാണാൻ വേണ്ടി പിന്നിലേക്ക് നോക്കി മുള്ളെടുക്കാനെന്ന വ്യാജേന പിന്നിലേക്ക് നോക്കി നിൽക്കുന്ന ശകുന്തളയുടെ ഒരു നൃത്തമുണ്ടല്ലോ, അത് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒന്നാണ്. ശകുന്തളയുടെ ആകാരം, അതിൻ്റെ ഭംഗി, അതൊക്കെ ഉണ്ട്. എങ്കിലും ആ നോട്ടത്തിൻ്റെ ഒരു ഗുണമുണ്ടല്ലോ, അത് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒന്നായിട്ടാണ് ലേഖകൻ പറയുന്നത്. അതുപോലെ വളരെ പ്രസിദ്ധരായിട്ടുള്ള ചില ആളുകളുടെ വാക്കുകളിലും നമുക്ക് സൗന്ദര്യം കാണാൻ പറ്റും. നിന്റെ ആവശ്യം എൻ്റേതിനേക്കാൾ വലിയതാണ് എന്ന് പറഞ്ഞ സർ ഫിലിപ്പ് സിഡ്നിയുടെ പ്രഖ്യാതമായ ചരമവാക്യത്തിന് സൗന്ദര്യമുണ്ട്. രാജ്യസ്നേഹം മാത്രം പോരാ എന്ന ഈടുത്ത് കാവലിൻ്റെ വാക്യത്തിന് സൗന്ദര്യമുണ്ട്. ജ്ഞാനവൃദ്ധനായ ഗീത പറഞ്ഞ, അന്ത്യശ്വാസത്തോടുകൂടി ഗീത പറഞ്ഞ വെളിച്ചം, കൂടുതൽ വെളിച്ചം എന്ന ആക്രോശത്തിലും സൗന്ദര്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിലൊന്നും നേരത്തെ കണ്ട ബാർക്കിൻ്റെയും സ്പെൻസറുടെയും ഭൗതിക ഗുണങ്ങളൊന്നുമില്ല, എന്നാൽ സൗന്ദര്യമുണ്ടു താനും.
അപ്പോൾ ഭൗതിക ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സൗന്ദര്യവാദത്തെ ലേഖകൻ ഇങ്ങനെയാണ് വിമർശിക്കുന്നത്. ഇനി നമുക്ക് പ്ലേറ്റോയുടെ സൗന്ദര്യ സങ്കല്പം എന്താണെന്ന് നോക്കാം. പ്ലേറ്റോ അടക്കമുള്ള പല ചിന്തകന്മാരും എല്ലാ ഗുണങ്ങൾക്ക് ആധാരമായും അവയേക്കാൾ ഉപരിഷ്ടവും വാസ്തവികവുമായിട്ടുള്ള ഒരു അഭൗതികമായ ഒരു സത്തയെ സങ്കല്പിക്കുന്നുണ്ട്. ഇത് ഭാരതീയർക്ക് സുപരിചിതമായിട്ടുള്ള ഒന്നാണ്. അതായത് പ്രപഞ്ചത്തിൽ കാണുന്ന സൗന്ദര്യമെല്ലാം പരമമായിട്ടുള്ള ഒരു സൗന്ദര്യത്തിൻ്റെ നിഴലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനേക്കാൾ വലിയ ഒരു ശക്തിവിശേഷമുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. നമ്മൾ കാണുന്ന വസ്തുക്കൾക്കും മീതെ പ്രാപഞ്ചികമായിട്ടുള്ളൊരു ശക്തിവിശേഷമുണ്ട് എന്നാണ് പ്ലാറ്റോ സങ്കല്പിക്കുന്നത്. ഇത് തന്നെയാണ് ഭാരതീയമായിട്ടുള്ള ഒരു സങ്കല്പവും. മനുഷ്യാത്മാവ് ഒരു ഗുഹയിൽ ബന്ധനസ്ഥനായി നിലകൊള്ളുന്നു. പിന്നിൽ ഒരു അഗ്നികുണ്ഠവും അഭിമുഖമായി ഒരു ചുമരുമുണ്ട് എന്ന് സങ്കല്പിക്കുക. പിന്തിരിഞ്ഞു നോക്കാൻ മനുഷ്യാത്മാവിന് കഴിയില്ല. മുന്നിൽ കാണുന്ന ചുമരിലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിഴലാട്ടം കാണാമല്ലോ. ഇതാണ് പ്രപഞ്ചം. അപ്പോൾ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ സുന്ദരമാണ്. സുന്ദരമായതെല്ലാം പരമമായ സൗന്ദര്യത്തിൻ്റെ ലഘുവായിട്ടുള്ള ചെറിയ പ്രതിബിംബങ്ങൾ മാത്രമാണ്. അപ്പോൾ സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം എന്ന് പറയുന്നത് അലൗകികമായ അതീന്ദ്രിയമായ മനുഷ്യൻ്റെ സങ്കല്പത്തിന് അപ്പുറത്തുള്ള ഒന്നാണ് എന്നാണ് പ്ലേറ്റോയുടെ സങ്കല്പം. പ്ലേറ്റോയുടെ ഈ സങ്കല്പം ടാഗോർ അടക്കമുള്ള ഇന്ത്യൻ ദാർശനികർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. പരമമായ സൗന്ദര്യത്തിൻ്റെ പ്രതീതി എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ ഉണ്ടാകും എന്ന് നിശ്ചയമില്ല എന്ന് തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് ടാഗോർ പറയുന്നത് ഇതിൻ്റെ ഉദാഹരണമായിട്ടാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്. ഇനി ജർമ്മൻ ചിന്തകനായിട്ടുള്ള ഹെഗലിൻ്റെ സൗന്ദര്യശാസ്ത്ര സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്ലേറ്റോയുടെ സിദ്ധാന്തങ്ങളിൽ ചില ഭേദഗതികൾ വരുത്തിയാണ് ഹെഗൽ തൻ്റെ സിദ്ധാന്തം രൂപീകരിച്ചിരിക്കുന്നത്. പരിച്ഛിന്നമായ അഭേദമായിട്ടുള്ള ഗുണങ്ങളോടുകൂടി ഒരു വസ്തു ഇല്ലെന്നും യാതൊന്നിനും ഒരു സുസ്ഥിതിയുമില്ലെന്നും ഹെഗൽ പറയുന്നുണ്ട്. ഒരു വസ്തു സുന്ദരമാണെങ്കിൽ അതേസമയം അസുന്ദരവുമാണ്. ഇങ്ങനെയുള്ള സുന്ദരം അസുന്ദരം എന്നിങ്ങനെയുള്ള പരസ്പര വൈരുദ്ധ്യമാണ് പ്രപഞ്ചത്തിൻ്റെ നിയമം തന്നെ. ഒരു സുന്ദരമായ വസ്തു ഉണ്ടാകുമ്പോൾ തന്നെ അതിൽ അസുന്ദരമായ ചില പണികൾ കാലം അതിൽ ചെയ്തിട്ടുണ്ടാവും. ഓരോ നിമിഷം കഴിയും തോറും അത് പഴയതാവുന്നുണ്ടല്ലോ. ഒരു പൂവ് നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ ഇന്ന് കാണുന്ന അവസ്ഥയല്ല നാളെ ഉണ്ടാവുന്നത്. ഇന്ന് മൊട്ടായി വരുന്നു, നാളെ അത് പൂവിടരുന്നു, അടുത്ത ദിവസം അത് കൊഴിഞ്ഞു പോകുന്നു, അതിൻ്റെ അടുത്ത ദിവസം അത് മണ്ണിൽ കൊഴിഞ്ഞു വീഴുന്നു, അത് വളമായി മാറുന്നു. ഈ രീതിയിൽ കാലം അതിനെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അടുത്ത നിമിഷം പഴയതാകുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ സൗന്ദര്യത്തിൻ്റെ സുസ്ഥിരത അത് എവിടെയാണ്? അങ്ങനെ സുസ്ഥിരമായിട്ടുള്ളൊരു സൗന്ദര്യമുണ്ടോ? ഇങ്ങനെയുള്ള ചിന്താഘട്ടത്തിൽ ഹെഗൽ പ്ലേറ്റോവിൻ്റെ സിദ്ധാന്തത്തെ ആശ്രയിക്കുന്നുണ്ട്. അതിപ്രാചീനമായിട്ടുള്ള ഒരു ശക്തിവിശേഷമുണ്ട് എന്ന് പ്ലേറ്റോ വിശ്വസിക്കുന്നത് പോലെ തന്നെ ഹെഗലും വിശ്വസിക്കുന്നു. ഇതു സംബന്ധിച്ച് യുക്തിപ്രവേശമുള്ള ഒരു മണ്ഡലമല്ല സൗന്ദര്യത്തിൻ്റെ സിദ്ധാന്തം. ഇവിടെ അനുഭവമാണ് പ്രമാണം എന്ന നിലയിലാണ് MP പോൾ കരുതുന്നത്. അപ്പോൾ സൗന്ദര്യമെന്ന് പറയുന്നതിനെ നമുക്ക് പരിപൂർണമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സൗന്ദര്യബോധം ഉള്ളിലുള്ളവർക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ അവകാശമുണ്ട്. സൗന്ദര്യബോധം ഉള്ളിലില്ലാത്തവർക്ക് അത് പറയാൻ അവകാശമില്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ട് കണ്ണുമിഴിച്ചങ്ങനെ ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഈ സംഗതിയിൽ വിവാദത്തിനോ സിദ്ധാന്തത്തിനോ സ്ഥാനമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള തെളിവ് ശേഖരിക്കാനോ അത് നിഷേധിക്കാനോ നമുക്ക് കഴിയില്ല. അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർക്ക് സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള വാദങ്ങൾ തന്നെ വ്യർത്ഥമായി തോന്നുമെന്നും ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട്. സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം എന്ന ലേഖനത്തിലെ ആദ്യത്തെ 3 ഭാഗമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത്. ഇതിന് ശേഷമുള്ള 3 ഭാഗങ്ങൾ കൂടിയുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. വിശകലനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത് വിശകലനം ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.